സുരേഷ് ഗോപിയുടെ കേന്ദ്രമന്ത്രി സ്ഥാനം സംബന്ധിച്ചുള്ള ചർച്ചകൾ സജീവമാകുമ്പോൾ കേരളത്തിലെ ജനങ്ങളും ഏറെ പ്രതീക്ഷയിലാണ്. സുരേഷ് ഗോപി കേന്ദ്രമന്ത്രിയാകും എന്ന് ഉറപ്പിക്കുന്ന തൃശൂരിലെ വോട്ടർമാർ അദ്ദേഹത്തിന് ലഭിക്കുന്ന വകുപ്പ് സംബന്ധിച്ച കാര്യത്തിൽ മാത്രം ചർച്ച മതി എന്ന ആത്മവിശ്വാസത്തിലാണ്. തൃശൂരിൽ നിന്നും ലെവിൻ കെ വിജയൻ തയ്യാറാക്കിയ റിപ്പോർട്ട് കാണാം. കാത്തുകാത്തിരുന്ന് തൃശൂരിനെ സുരേഷ് ഗോപി അങ്ങെടുത്തു. അതല്ലെങ്കിൽ വലിയ ഭൂരിപക്ഷം നൽകി ഈ നാട് സുരേഷിനെ വിജയിപ്പിച്ചു. ഇന്നിപ്പോൾ കേന്ദ്രമന്ത്രിസ്ഥാനത്തേക്ക് സുരേഷ് ഗോപിയെ പരിഗണിക്കുമ്പോൾ എന്തെല്ലാമാണ് തൃശ്ശൂരുകാരുടെ പ്രതീക്ഷ? അറിഞ്ഞുവരാം. സുരേഷ് ഗോപി കേന്ദ്രമന്ത്രിയാകാൻ പോവുകയാണ്. എന്താണ് പ്രതീക്ഷ? നല്ല പ്രതീക്ഷയാണ്. നല്ല ഭരണം കാഴ്ചവെക്കും. അത് തന്നെ ഞങ്ങളുടെ ആവശ്യവും തൃശ്ശൂർക്കാരെ. ഈ സുരേഷ് ഗോപി മന്ത്രിയായാൽ എന്തൊക്കെ പ്രതീക്ഷിക്കുന്നുണ്ട്? നമ്മുടെ തൃശ്ശൂർ നന്നാവും, കേരളം മൊത്തം നന്നാവും. തൃശ്ശൂരിന് വേണ്ടിയിട്ട് മന്ത്രി ഞങ്ങൾക്ക് അത്യാവശ്യമാണ്. സുരേഷ് ഗോപി മന്ത്രിയായി കഴിഞ്ഞാൽ കാര്യങ്ങൾ കുറച്ചുകൂടെ ജില്ലയ്ക്ക് അനുകൂലമാകും. നല്ല കാര്യങ്ങൾ ചെയ്യും, മുന്നും ചെയ്തിരുന്നതാണല്ലോ, അങ്ങനെ പ്രതീക്ഷിക്കുന്നു. തൃശ്ശൂരിന് സുരേഷ് ഗോപിയുടെ കേന്ദ്രമന്ത്രി സ്ഥാനം ഗുണകരമാകും. തൃശ്ശൂരിന്റെ വികസനങ്ങളിൽ പ്രധാന പങ്ക് വഹിക്കാൻ സുരേഷ് ഗോപിക്ക് കഴിയുമെന്ന് പ്രതീക്ഷിക്കുന്നുണ്ടോ? പ്രതീക്ഷിക്കുന്നുണ്ട്. എല്ലാ തരത്തിലുള്ള സ്ത്രീകൾക്കായാലും എല്ലാ രീതിയിലും നല്ല മുന്നേറ്റ ആള് കൊണ്ടുവരുന്നുള്ളതുണ്ട്. എന്താണ് പ്രതീക്ഷ? ഈ നാട് നന്നാകുമെന്ന് തോന്നുന്നുണ്ടോ സുരേഷ് ഗോപിയിലൂടെ? നല്ല പ്രതീക്ഷ തന്നെയുള്ളത്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ പാർട്ടി ബേസ് അല്ല, വ്യക്തിപരമായിട്ട് ആൾ നല്ല വ്യക്തിയാണ്. അപ്പോൾ അതിൻ്റെ ബേസിൽ വോട്ട് ചെയ്യുക ഏറ്റവും നല്ല കാര്യം. വെറുതെ പാർട്ടി ജയിപ്പിച്ചിട്ട് കാര്യമൊന്നുമില്ല. നമുക്ക് നാടിന് ഒരു ഗുണം കിട്ടുന്ന ആൾക്കാരെ ജയിപ്പിച്ച് വിട്ട് കഴിഞ്ഞാൽ അത്രയും ഗുണം കൂടുതലാണ്. സുരേഷ് ഗോപി വരാനായിട്ട് എല്ലാവരും ഇത് ഒരു ചെറിയൊരു ഇത് പറയുന്നുണ്ട്, സ്ത്രീകളും മാത്രം വോട്ട് ചെയ്തു സുരേഷ് ഗോപിയുടെ നടനെന്നുള്ളത്. അതൊക്കെ റോങ് ആണ്. ബിക്കോസ് ഇപ്പം ഇരിക്കുന്ന ഭരണാധികാരികൾ ഒന്നും ചെയ്യുന്നില്ല ഇവിടെ, ഒന്നും. ഈവൻ സപ്ലൈകോയിൽ പോയ ഒരു സാധനമില്ല. ഇപ്പോൾ സുരേഷ് ഗോപി വന്നാൽ വളരെ പ്രതീക്ഷയോടെ ഞാൻ ആനിമൽ വെൽഫെയർ ഓഫീസറാണ്. ഇവിടെ ഒരു ആംബുലൻസ് വേണമെന്ന് പറഞ്ഞിട്ട് ഇത്രയും നാളും ഞാൻ ഓരോരുത്തരെ നിന്നു. സുരേഷ് ഗോപി കഴിഞ്ഞ ടേമിൽ MP ആയിരുന്നപ്പോൾ 5 lakhs rupees-ആണ് അനുവദിച്ചു തന്നത്. മന്ത്രിയായാൽ സുരേഷ് ഗോപിയിൽ നിന്ന് എന്തൊക്കെയാണ് പ്രതീക്ഷിക്കുന്നത്? എല്ലാം പ്രതീക്ഷിക്കുന്നുണ്ട്. എല്ലാം പ്രതീക്ഷിക്കാന്ന് പറഞ്ഞാൽ പിന്നെ ആള് മറ്റുള്ള പാർട്ടിക്കാരെ പോലെ കള്ളങ്ങളൊന്നും പറയില്ല എന്നുള്ള പൂർണ്ണ വിശ്വാസമുണ്ട്. കാരണം നമ്മൾ 3 വർഷമായിട്ടൂടെ 3 തവണയായിട്ട് മത്സരിച്ച് കണ്ടതാണ്. മാത്രമല്ല എക്സാക്ട്ലി സൂപ്പർ. ആൾ പറഞ്ഞില്ലേ കുറേ മാറ്റങ്ങൾ കൊണ്ടുവരുന്നത്. ഇതിപ്പോൾ തൃശ്ശൂർ വരെ മെട്രോ ഇതൊക്കെ ഇതാക്കാന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ. അതൊക്കെ നടപ്പിലാക്കി നല്ലതല്ലേ നമുക്ക്. അങ്ങനെ മന്ത്രിയാവട്ടെ. എന്താണെന്ന് വെച്ചാൽ എല്ലാവരുടെയും ഒരു ആഗ്രഹമാണ്. ഇത് പൊളിറ്റിക്സായിട്ട് പറഞ്ഞതല്ല ഞാനിത്. എല്ലാ രാഷ്ട്രീയക്കാരും നമുക്ക് വേണ്ടതാണ്. എന്തെല്ലാം പ്രതീക്ഷകളാണ് സുരേഷ് ഗോപി? ഈ നാട് നന്നാകും അദ്ദേഹത്തിലൂടെ എന്ന് കരുതുന്നുണ്ട്? നന്നാവും, പൂർണ്ണമായി നന്നാവും കരുതുന്നുണ്ട്. എന്താണ് സുരേഷ് ഗോപിയിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത്? കേന്ദ്രമന്ത്രി സ്ഥാനം കിട്ടുമ്പോൾ അദ്ദേഹം തൃശ്ശൂരിന് വേണ്ടിയിട്ട് പല കാര്യങ്ങളും എന്തൊക്കെ പോരായ്മകളുണ്ടോ അതെല്ലാം പരിഹരിക്കുന്ന ആളായിരിക്കും. ഞാനായിട്ട് ഈ കഴിഞ്ഞൊരു 2-3 മാസം മുമ്പ് ഇവിടെ സംസാരിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു, സാറേ ആകെ കേരളം ആകെ പോയിക്കൊണ്ടിരിക്കുകയോ, ഒന്ന് പാവങ്ങളെ ഒന്ന് രക്ഷപ്പെടുത്തുക. അപ്പോൾ ആളുടെ ഒന്ന് ചിരിച്ചു തന്നു, അങ്ങനെ മടങ്ങി. തെരഞ്ഞെടുപ്പ് ഫലം അറിഞ്ഞതോടെ തൃശ്ശൂർകാർ സുരേഷ് ഗോപിയുടെ രാഷ്ട്രീയം മറന്നു. ഇനി അവർക്ക് വേണ്ടത് ഒരു മികച്ച MBA-യാണ്. അതല്ലെങ്കിൽ അവർ ആഗ്രഹിക്കുന്ന ഒരു കേന്ദ്രമന്ത്രിയെ. അതിനപ്പുറം മറ്റ് രാഷ്ട്രീയങ്ങളൊന്നും തൃശ്ശൂർകാർ കാണുന്നില്ല. മികച്ച വികസനം അദ്ദേഹത്തിലൂടെ ഉണ്ടാകുമെന്നും ജനങ്ങൾ പ്രതീക്ഷിക്കുന്നു. ക്യാമറമാൻ സഹീർ ഗുരുവായൂരിനൊപ്പം ലെവിൻ കെ വിജയൻ, ന്യൂസ് മലയാളം, തൃശ്ശൂർ.